ഹലോ ഞാൻ സുരേഷ് പോവൂർ ഇന്നൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചെങ്കലവയുടെ ചെറിയ ഇനം മീനാണ്. അത് കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുളകും മല്ലിയും വറുത്തൊന്ന് കറി വെച്ച് നോക്കാം. അതിന് മുമ്പ് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം അറിയാമല്ലോ, എന്താണ് ഇപ്പം വിറക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് അതിൻ്റെ പാത്രം കറി വെക്കാനുള്ള. ഇതിൻ്റെ പുറത്ത് ഞാൻ ചാമ്പൽ മെഴുകിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കരി പിടിക്കാതിരിക്കാനാണ്. നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് ഇത് വെള്ളമൊഴിച്ച് കഴുകി കഴിഞ്ഞാൽ നമുക്ക് പഴയ പടിയാതിരിക്കും. നമുക്ക് ആദ്യം ചട്ടി ഒന്ന് വെച്ച് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ശകലം പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് തവിടെണ്ണയാണ്. തവിടെണ്ണ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യും. നിങ്ങളും അത് യൂസ് ചെയ്യണം. മണമില്ല, ഗുണമുള്ളതാണ്. അത് യൂസ് ചെയ്തെങ്കിൽ നമുക്കതിൻ്റെ ഗുണം അറിയത്തുള്ളൂ. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇത് ഉലുവാപ്പൊടിയാണ്. ഇത് വടക്കംപുളി 2 കഷ്ണം. ഒരുപാട് പുളിയുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 2 കഷ്ണം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുക്കണം. ഇതൊന്നും ഞാൻ എടുത്ത് തയ്യാർ ചെയ്ത് വെക്കാത്തതുകൊണ്ട് ഇതെല്ലാം എനിക്ക് എടുത്തുകൊണ്ട് വരേണ്ട ഒരു താമസമുണ്ട്. നിങ്ങൾ ദയവായി ക്ഷമിക്കണം. ഇത് മഞ്ഞൾപ്പൊടിയാണ്, ഇത് മുളക് പൊടിയാണ്. നമുക്ക് മല്ലിപ്പൊടി എടുക്കണം. ഇത് മല്ലിപ്പൊടിയാണ്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് വെച്ചതാണ്. ഇഞ്ചി അരിഞ്ഞതിട്ട് നമുക്ക് വെളുത്തുള്ളി അതിലേക്കിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണ്ടേ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് തീയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ആവശ്യത്തിന് തീ ഇട്ടാൽ മതി. ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുളക് പൊടി ഇടുമ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ പിരിയമുളക് വാങ്ങിച്ചത്. കാശ്മീരിൻ്റെ 2 സൈസ് ഉണ്ട്, എരിവുള്ളത് കൊണ്ട് എരിവില്ലാത്തതുകൊണ്ട്. ഞാൻ എരിവില്ലാത്തതാണ് മേടിച്ചത്. നമ്മൾ 1 സ്പൂൺ ഇട്ട് കൊടുത്ത് 1/4 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 1.25 സ്പൂണാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത്. അതനുസരിച്ച് നമുക്കൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒന്ന് മൂക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് വെള്ളത്തിയിട്ട വടക്കംപുളിയാണ് 2 കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ മീൻ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് ഉപ്പ്, ഇത്ര ഉപ്പിടുന്നുണ്ട്. അത് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇച്ചിരി തീ കൂട്ടി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മീൻ അതിലേക്ക് ഇട്ട് നമുക്കതൊന്ന്